മാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. സഭയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം അതായിരുന്നു മാമി. ധർമ്മവാണി ആവട്ടെ, നമുക്ക് പറയാതിരിക്കാൻ ഉണ്ടാവില്ല. കാരണം മാമി മരിച്ചതോടുകൂടി ധർമ്മവാണിയും നിലച്ചു എന്ന് വേണം പറയാൻ. അതിനുശേഷം ഏറ്റെടുത്ത് നടത്തുവാൻ നമുക്കൊരാളെ കിട്ടിയിട്ടില്ല. മനസ്സുകൊണ്ട് നല്ല രീതിയിൽ നടത്തണമെന്നൊരാഗ്രഹം കൊണ്ട് ഒരു ഏക ആളായി നിന്നുകൊണ്ട് വരുന്ന കത്തിടപാടുകളാകട്ടെ, അതിൻ്റെ സബ്സ്ക്രിപ്ഷനാകട്ടെ, എല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഫീൽഡിലുണ്ടായിരുന്ന ഒരു വ്യക്തിത്വം ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ ഒരു ദിവസം നമുക്ക് തീർച്ചയായിട്ടും മാമയെക്കുറിച്ച് മാത്രം സ്മരിച്ചുകൊണ്ട് കഴിയാവുന്ന ദിവസമായിരിക്കും. ഒരുപാട് ആളുകൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതായിരിക്കും ഒരു മുതൽക്കൂട്ടായി നമ്മുടെ മനസ്സിൽ വരുന്നതും അവരെ സ്മരിക്കാൻ പ്രചോദിപ്പിക്കുന്നതും. ആ രീതിയിൽ നോക്കുമ്പോൾ മാമി നമ്മുടെ മനസ്സിൽ എന്നുണ്ടാവും. ഇനിയും ഇതുപോലെയുള്ള വർഷാവർഷം മാമിയുടെ തന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ ബോർഡ് പ്രസൻസ് ചെയ്യുന്ന രാമേശ്വരം ചെയ്യുന്നത്. ഇവരെല്ലാം ദിവസവും സ്മരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപ്റ്റൻ മണിയേലുണ്ടായിരുന്നു, ശ്രീമതി പുഷ്പയുടെ അച്ഛൻ ശ്രീ NN വിശ്വനാഥയ്യരുണ്ടായിരുന്നു. ഇതൊക്കെ ചില കാലങ്ങളിൽ നമ്മൾ പറയും. പക്ഷേ ഇവർ NNR ആയിക്കോട്ടെ, മാമിയൊക്കെ ആയിക്കോട്ടെ, ദിവസവും നമ്മുടെ മനസ്സിൽ നിന്നും വരുന്ന ഒരു മുഖങ്ങളായിരിക്കും. ഇന്നത്തെ തീയതി വരെ വനിതാവത്തോ ആയിക്കോട്ടെ, ബ്രാഹ്മണസഭ ആയിക്കോട്ടെ, സമസ്ത മേഖലകളിലും തൻ്റേതായ പ്രാതിനിധ്യം അറിയിച്ചുകൊണ്ട് ശ്രീമതി പുഷ്പ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവേഷൻ കൊടുക്കട്ടെ. ഇനിയും കൂടുതൽ വർഷങ്ങൾ നമ്മളോട് നിൽക്കുവാനും ഇതിലുള്ള കാര്യങ്ങളിൽ നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കാനും അവർക്ക് ധൈര്യം, അവർക്ക് ആയുസ്സും ആരോഗ്യവും സർവേഷൻ കൊടുക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ എൻ്റെ നൂറണി ഗ്രാമത്തിൽ മാമിയിട്ട് ട്യൂഷൻ പഠിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനും കാണാതെ ഒന്നുമല്ല. അപ്പോൾ ഇന്ന് ട്യൂഷൻ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും എല്ലാ ഗുരുക്കന്മാരോടും നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാലും ഓരോരുത്തരെയും കൂപ്പിട്ട് നീ വാ, ഞാൻ എന്നെ പഠിപ്പിച്ചറിയാം, എന്നിട്ട് ഫ്രീയാ പഠിപ്പിക്കറിയെന്നെല്ലാം ചൊല്ലുന്ന ഒരു മാമി ആക്കുന്നെല്ലാം കേൾക്കർത്ത. ശരിക്കും ഇന്ന് ഇതെല്ലാം അറിഞ്ഞു കഴിയർത്ത എന്നൊക്കെ എനിക്ക് വരാമയ്ക്ക് എന്തേലും തന്നെയാണ് ഇനിയും മുമ്പോട്ട് പോകത്തില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ വർക്ക്, കാരണം നമ്മൾ ബ്രാഹ്മണസഭയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നെല്ലാം ജോലി ഉണ്ടാക്കാൻ നമ്മൾ ഇറങ്ങിയിരിക്കില്ല. അപ്പോൾ ഇതുമാതിരി ഒരാളോട് ലൈഫ് നമ്മൾ പഠിക്കരുത്. അത് ഇപ്പം നമ്മൾ എത്ര കാണും ഉൾക്കൊള്ളണം, നമ്മൾ എന്നെല്ലാം നെഗ്ലക്റ്റ് ചെയ്യണം, എന്നെല്ലാം അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് എപ്പടി സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകണം. അന്ന് ഒരു കാര്യം ரொம்ப നന്നായി എനിക്ക് പഠിക്കാൻ പിടിച്ചത്. അപ്പോൾ എനിക്ക് ഇന്നേക്ക് വന്നതിൽ ജീവിതത്തിലൊരു വലിയൊരു നേട്ടമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തോന്നരുത്. ധർമ്മവാണി ബുക്ക് അന്ന് ശരിയാക്കാം. അന്ന് ബുക്ക് ഇപ്പോൾ പണ്ട് വന്നിട്ടുണ്ട്, അതിപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ മാമി പോനതും കൊണ്ടാക്കും ധർമ്മവാണി നിന്ന് പോച്ചെന്നും കൂടെ കേട്ടപ്പോൾ ശരിക്കും സങ്കടം വന്നത്. അപ്പോൾ എത്ര കാര്യമായിട്ടാക്കും അതോട് കാര്യങ്ങൾ മുഴുവൻ മാമി പാത്തിരിപ്പെട്ടു. സരസ്വതി മാമിയെല്ലാം ആയിരുന്നു அதுக்கு പിന്നാലുള്ള ട്രഷറർ. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നിരിക്കും. അപ്പോൾ തൊട്ടേ ഇപ്പോൾ ഇവാളെല്ലാം വെച്ചാൽ ഞാൻ പ്രസിഡൻ്റ് ആയതിനു ശേഷം ഞാൻ ആലോചിച്ച് പാക്കറുണ്ട്. എന്ന് വെച്ചാൽ ഇവാളെല്ലാവരും കൂടെ പണ്ട് ഇപ്പോൾ പിന്നെ ആരും നമ്മളോട് കാസ്റ്റിൽ അപ്പടി ചിന്ന കല്യാണമെന്നോ ആരും പാവങ്ങളെന്നൊരു ചിലപ്പോൾ എന്നെ ഹെൽപ്പൊക്കെ വേണ്ടി മാത്രം ചൊല്ലാന്നല്ലാതൊക്കെ ശരിക്കും പാവങ്ങളായിട്ട് കല്യാണം കഴിച്ച് എന്നുള്ള അന്തക്കാലത്തിൽ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അന്നൊക്കെ തെരിയുമായിരുന്നത്. ശാരദാംബ ട്രസ്റ്റിൽ ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യം വന്നേച്ച് മിക്കവാറും സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിങ്ങൊക്കെ പുറത്തെല്ലാം എനിക്ക് ഏതാതൊരു റെഫറൻസിൽ ഇതേപ്പറ്റി ചൊല്ലേണ്ടി വരുത്, AGM-ലായാലും ചൊല്ലേണ്ടി വരുത്. പക്ഷെ അതെനിക്കൊരു ഭയങ്കര സന്തോഷമാക്കും. എന്ന് വെച്ചാൽ നമ്മൾ വനിതകൾ കൊഞ്ചം പേര് വിചാരിച്ചുകൊണ്ട് ഓഫ് കോഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾ ദീസ് എല്ലാവരോടും സഹായത്തോടു കൂടി ആനാലും ഇത്രയും നന്നായിട്ടൊരു സ്ഥാപനം നടത്തിയിട്ട് പോകാമല്ലോ. എത്ര വൃത്തിയായിട്ടും അങ്ങുള്ളവ എത്ര സന്തോഷമായിരിക്കാം. നമ്മൾ ഓരോ പ്രാവശ്യവും പുറത്ത് இந்த പ്രാവശ്യം പുറത്ത് നിങ്ങൾക്ക് പിന്നാലെ വന്നിരുന്നതല്ലേ. അപ്പോൾ അപ്പടിയെല്ലാം പോലെ അവൾക്ക് ഓർമ്മയെല്ലാം വരത്തക്കനെ. അതാണിത് അവളോട് ഇങ്ങോട്ടുള്ള പെരുമാറ്റവും അങ്ങോട്ടുള്ള പെരുമാറ്റത്തിൽ ഞാൻ എപ്പോഴും ചൊല്ലുവേൻ. അത് അന്തമാരി ആൾക്കാരെ പാത്തുക്കറുത്തുക അത് ഇവാളെല്ലാം സമ്മതിക്കണം. എന്നെ ഉണ്ടാനാലും അങ്ങ് കൊണ്ടുപോയി കൊടുത്ത് അവ കൂടെ സ്നേഹമായി ഇരുന്ന് ഇപ്പടി ഒരു ട്രസ്റ്റ് നടത്തുறதுக்கு മാമിയോട് മുൻകൈയും അതൊക്കെ
ശരിക്കും കൈത്താങ്കായിട്ടിരുന്ന ഇവാളെയുമെല്ലാം എപ്പിടിയാക്കും നന്ദി ചൊല്ലണം, കാരണം എപ്പിടിയാക്കും അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെല്ലാം വാക്കുകളൊന്നും ഇല്ലേ. ാക്കും ഇവ ഇപ്പോഴും പോയിട്ടിരിക്കാന്നുള്ളത് അന്ത എപ്പിടിയാക്കും മാമി നിന്നാളോ അതേമാതിരി സ്ട്രോങ് ആയിട്ട് നിന്നാക്കും ഇവ എല്ലാം നടത്തിയിട്ടിരിക്കാന്നുള്ളത് ரொம்ப നന്നാ മനസ്സിലാച്ച്. ഏതായാലും ഇന്നേക്ക് ഇതിൽ എന്നെ ഇന്നേക്ക് എനിക്ക് കൂപ്പിട്ടതൊക്കെ എനിക്ക് ഞാനൊരു 100 നന്ദി ചൊല്ലേൻ. എന്നാന്ന് വെച്ചാൽ ഒരു എപ്പിടിയാക്കും ഒരു ലീഡർഷിപ്പ് എടുക്കണം, എപ്പിടിയാക്കും ഒരു കാര്യം വിചാരിച്ചാൽ നടത്തണം, എപ്പിടി അത് നടത്തിയിട്ട് പോകണം എന്നുള്ളതൊക്കെ എല്ലാത്തിനും വളരെ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് അങ്ങ് ഒരു മണിക്കൂർക്കകം ഇപ്പിടിയെല്ലാം മനുഷ്യൻ നമുക്ക് വിചാരിച്ചാൽ ചെയ്യ മുടിയും എന്നുള്ള ഒരു ഭയങ്കര ഒരു നല്ലൊരു പാഠം ഞാൻ പഠിച്ച്. അതൊക്കെ ഇന്നേക്ക് എന്നെ പൂപ്പെട്ട വാളയും എനിക്ക് വന്ന വാളയും നടത്തിയിട്ടിരിക്കപ്പെട്ട വാളയും എല്ലാവരുടെയും ഒരു 100 നന്ദി ചൊല്ലിയിട്ട് ആത്മീയത്തിലെ ചൊല്ലർദാന മാമിക്ക് തീർച്ചയായിട്ടും സായുജ്യം സാരൂപ്യം സാലോകം എല്ലാമുള്ള ഭഗവാനോട് കാലിൽ തന്നെയായിരിക്കും മാമി പോയി വീണ്ടത്. അല്ലാതെ വേറെ ഒരിടത്തിലേ മാമി പുറത്തുള്ള ചാൻസ് ഇല്ലേ. മാമിക്ക് തീർച്ചയായിട്ടും ഭഗവാനോട് കൂടെ തന്നെ ഐക്യമായിരിപ്പോൾ എന്നുള്ള അന്തോരു തോന്നി അങ്ങേരുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തണേ. അതുപോലെ തന്നെ 2 മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞു BSലെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പ്രിയ അജയൻ, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം LKG മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ 12 വർഷം എൻ്റെ ജീവിതം മാറ്റിവെച്ചത് ഈ സ്കൂളിലാണ്. അപ്പോൾ ഈ സ്കൂളിൽ തന്നെ ഈ മഹത്തായ 2 പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ദൈവത്തോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയാം. കാരണം ഇവിടെ വന്നപ്പോഴാണ് മാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. നമ്മളിപ്പോൾ സ്കൂളിലെല്ലാം കണ്ടിട്ടുണ്ട്, ആ ഒരു പ്രായത്തിൽ നമുക്ക് അറിയില്ലായിരുന്നു മാമി എന്തൊക്കെ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് മാമി പ്രവർത്തിച്ചു വരുന്നത്. എനിക്ക് തോന്നി ഈ മഴ തന്നെ നല്ലൊരു സൂചനയാണല്ലേ. മാമി ഇതെല്ലാം നോക്കി കണ്ട് സന്തോഷം എന്തെന്ന് എനിക്ക് തോന്നുന്നു. പ്രകൃതി തന്നെ അതിനോട് ഇണങ്ങി ചേരുന്നുമില്ല. കാരണം രാവിലെ മുതൽ ചൂടാണ്, ഇപ്പം നല്ലൊരു മഴയും ഇതൊക്കെ വരുമ്പോൾ ഒരു ശുഭലക്ഷണമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ മാമിയെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് ഇത്രത്തോളം ഒരു കാഴ്ചപ്പാടോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആ ഒരു പ്രായത്തിൽ സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇതിനു മുന്നേ പ്രസംഗിച്ച 2 വ്യക്തികളും മാമിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ഇവിടെ സംസാരിച്ചപ്പോൾ സത്യത്തിൽ അതിശയിച്ചു പോയി. ആ ഒരു ഏജിൽ, കാരണം 87ാമത്തെ വയസ്സിലാണ് ഒരു മാതൃസദനം തുടങ്ങണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നതും. അത് തൻ്റെ ആ ഒരു കാരണം നമുക്കൊരു വിഷൻ ഉണ്ടായാൽ മാത്രം പോരാ. എല്ലാവരെയും സംബന്ധിച്ചും നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും ഏജ് ഒരു ലിമിറ്റ് അല്ല. പക്ഷെ അത് കാണുന്നത് എന്നാൽ ആകുന്ന സമയത്ത് തന്നെ ഞാനത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് അത് പൂർത്തിയാക്കുകയും ആ ഒരു സദനത്തിലേക്ക് ഒരു ഇൻമേറ്റ് ഒരു മെമ്പർ വന്നതിന് ശേഷമാണ് മാമി കോവിഡിൽ ഇങ്ങനെ നമ്മളെ വിട്ട് പിരിഞ്ഞത് എന്നറിയുമ്പോൾ ഒരു വിഷമം കൂടിയുണ്ട്. കാരണം എങ്കിലും ആ ഒരു 2 വർഷം അല്ലെങ്കിൽ ആ 3 വർഷ സമയത്തിനകം മാമിയുടെ ആ ഒരു വിഷൻ ആ ഒരു ഏജിൽ, കാരണം നമുക്കൊക്കെ അറിയാം വനിതകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മളെല്ലാവരും ഓടി നടക്കുന്നത്. ഈ ഒരു ഏജിലാണെങ്കിലും നമുക്കറിയാം വീട്ടിലെ മക്കൾ അതുപോലെ വീട്ടിലത്തെ ബാക്കി ഫാമിലി മെമ്പേഴ്സിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കി നടക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളെ മാറ്റി വെക്കാറാണ് പതിവ്. അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ മക്കളിലൂടെ ഞാൻ നേടിയെടുക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു സമൂഹത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാമി പരിശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി BSൽ തന്നെ ഒരുപാട് സമയങ്ങൾ മാമി ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു 87ാമത്തെ വയസ്സിൽ മാമിക്ക് അങ്ങനെ ഒരു മാതൃസദനം വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളോട് ഷെയർ ചെയ്യപ്പെടാത്ത ഒരുപാട് അനുഭവങ്ങൾ മാമിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അത് സത്യത്തിൽ അത് പ്രവർത്തിച്ചു വരുന്നു എങ്കിൽ പോലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൽ എവിടെയെങ്കിലും നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിലെല്ലാം ചെയ്തുകൊണ്ട് ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. அந்த கனெக்ஷன்லேயும் அவள் ஃபேமிலியாகிட்டு கொஞ்சம் காரியங்கள் தெரியும். அவர் சீஃப் இன்ஜினியராக போய் ரிட்டையர் பண்ணார். அந்த டைமில் மாமி அங்கே இருந்துட்டு அவளோட பூர்வீக வீடு இங்கே இருந்தது. அவள் அப்பா மாமியோட மாமனார் ஒரு ப்ரொஃபஸராக இருக்கார். അവരും நிறையா സംസ്കൃതം പ്രൊഫസർ വേറെ സബ്ജക്റ്റിലായാലും സംസ്കൃതം പഠിപ്പിக்கிறதுக்கு அப்போ இருந்தே அவர் ചെയ്തിട്ടുണ്ടാ. മാമി ഊരിൽ വന്നിരുന്നതുക്കപ്പുറം ആദ്യமாக തുടങ്ങിയത് സംസ്കൃത ഭാഷയെ നമ്മളോട് ഭാഷയാക്കും, അത് വിടപ്പെടാതെ കുട്ടികളെ പോറവാടും പറവാടിയും പിടിച്ച് ഒക്കാരെ വെച്ച് ഫസ്റ്റ് ശ്ലോകങ്ങളെ ചൊല്ലി കൊടുക്കുക.
അതിനപ്പുറം ഭാഷയെ ചൊല്ലി കൊടുക്കുക. അതോടെ നിർത്താതെങ്കിൽ എന്താ എക്സാംസിനെല്ലാം അവളെ பிரேரிப்பிச்சுட்டு இந்த எக்ஸாம்ஸ் எல்லாம் பாஸ் ஆகவும் வச்சுருக்கோம். அந்த மாதிரி மோட்டிவேட் பண்ணுறதுக்கு கெப்பாசிட்டி உள்ள ஒரு லேடியாக இருக்கும். ஷீ இஸ் ரியலி நம்ம சொல்ல போன ஒரு அயன் லேடி சொல்லலாம் சொன்னால் ஷீ வாஸ் ரியலி அன் அயன் லேடி. மாமியை பார்த்தா மாமிக்கு இப்படி முடியுமான்னு தோணும். பட் ஒரு காரியம் தீர்மானிச்சா என்ன எனி காஸ்ட் ஷீ வில் சீ தட் இட் இஸ் டன். அதாக்கு மாமியோட இருக்குது. ஏன்னா நமக்கு எப்படி தெரியும் கேட்டால் கூட பல காரியங்களை இடவெட்டு கொண்டிருக்கோம். இது பண்ணிட்டு இருக்கிறதே ஷீவாஸ் பேர் வரும். அந்த மாதிரி பிஎஸ் ஸ்கூலுக்கு ஒர்க் பண்ணால் அதுக்கப்புறம் தர்மவாணியை ஒரு மீட்டிங்கில் எனக்கு இன்னும் உடனே இருக்குது. மாமாவும் மாமியுமா சேர்ந்து ஒரு டிக்ளரேஷன் பண்ணாங்க. நாங்கள் 2 பேரும் உயிரோடு இருக்கிற வரைக்கும் என்ன கண்டிஷன்லையும் தர்மவாணியை கண்டினியூ பண்ணுவோம். கையிலேருந்து எத்தனை காசு போயிருக்கு நமக்கு தெரியாது. என்னன்னா எல்லாம் கரெக்ஷன் ஆயிருக்கு எழுதி கையில் உள்ள காசை வச்சுட்டு மாமி லாஸ்ட் வரைக்கும் பண்ணினா. அதுக்கப்புறம் இன்ஃபேக்ட் மாமியோடு இந்த இதுக்கப்புறம் தேகாரத்துக்கு அப்புறம் இட் டுக் 3 months ஃபார் மீ டு bring out a தர்மவாணி இன் மெமரி ஆஃப் ஹர். 3 மாதம் ஆச்சு. அப்போ மாமி எப்படியாவது அந்த காரியங்களை நடத்திட்டு போனான்னு ஆலோசிச்சு பார்த்தா. அதே மாதிரி இப்போது 2 நாளில் நம்ம கேரளா பிராமண சங்க ஒரு ஸ்டேட் பிரசிடென்ட் இங்கே வரார். இங்கே சகஜீவன் சொல்லிவிட்டு ஒரு பேலியேட்டிவ் அண்ட் ஜெரியாட்டிக் கேர் ஒரு யூனிட் இங்கே நடந்துட்டுருக்கு. அவள் வந்து நமக்கு மாதரசத்தில் இருக்கிறவாளானாலும் சரி, ஆனந்தகுடியில் இருக்கிறனாலும் சரி, அவளோட பேடுகோமாக இருந்தாலும் நல்ல ரீதியில் நம்மளை சப்போர்ட் பண்ணிட்டு இருக்கா. அவள் வந்து பெரியவங்க கிட்டக்க கொஞ்சம் கூட பெருசாக ஒரு ப்ராஜெக்டை தொடங்கியிருக்கா அப்படின்னு வரும். அந்த மாதிரி பிஎஸ் ஸ்கூலுக்கு ஒர்க் பண்ணால் அதுக்கப்புறம் தர்மவாணியை ஒரு மீட்டிங்கில் எனக்கு இன்னும் உடனே இருக்குது. மாமாவும் மாமியுமா சேர்ந்து ஒரு டிக்ளரேஷன் பண்ணாங்க. நாங்கள் 2 பேரும் உயிரோடு இருக்கிற வரைக்கும் என்ன கண்டிஷன்லையும் தர்மவாணியை கண்டினியூ பண்ணுவோம். கையிலேருந்து எத்தனை காசு போயிருக்கு நமக்கு தெரியாது. என்னன்னா எல்லாம் கரெக்ஷன் ஆயிருக்கு எழுதி கையில் உள்ள காசை வச்சுட்டு மாமி லாஸ்ட் வரைக்கும் பண்ணினா. அதுக்கப்புறம் இன்ஃபேக்ட் மாமியோடு இந்த இதுக்கப்புறம் தேகாரத்துக்கு அப்புறம் இட் டுக் 3 months ஃபார் மீ டு bring out a தர்மவாணி இன் மெமரி ஆஃப் ஹர். 3 மாதம் ஆச்சு. அப்போ மாமி எப்படியாவது அந்த காரியங்களை நடத்திட்டு போனான்னு ஆலோசிச்சு பார்த்தா ரொம்ப நல்ல ரீதியில் மாமி பண்ணியிருக்காங்க. கையில் காசு வந்து பாருங்க. மாமியோடு இந்த அரசனோட தினத்துக்கு இங்கே வந்திருக்கிற எல்லாருக்கும் ட்ரஸ்டோட பேரில் நன்றியை தெரிவிச்சுக்கிறேன். இந்த அவார்டு கொடுக்கறதுக்கு நம்மளை யாரை கூப்பிடலாம் சொல்லிவிட்டு ஒரு சுச்சுவேஷன் வந்தப்போ ஐ came down to Priya Ajay, our ex-chairperson. She was a student here. அது மாத்திரமல்ல, during her tenure she has been supporting all our requests. கிராமத்துக்காகட்டும் எந்த வார்டாக இருந்தாலும் சரி, she was highly proactive chairperson. Because of political equations probably there would have been some change. But still during her tenure she was in fact a novice to such post. But still she really performed well. அப்போது ஒரு லேடியே வாழன்னு சொல்லி விட்டாக்கம் நம்ம பிரியா அஜயனை கூப்பிட்டோம். நம்ம மேற்கொண்டு அவார்டு இவாளுக்கு எல்லாரும் ஆதரிச்சு விட்டு அவார்டு கொடுத்துட்டு அதுக்கப்புறம் ஒரு எல்லாரோட ஒரு ஃபெலிசிட்டேஷன். ഇതെല്ലാം ചൊല്ലാത്ത ഒരാളുടെ പേര് വിട്ടുപോയെടുത്ത് ലോകോപതന മാമി. എന്താ പറയുക, മാമി ഇങ്ങനെ വന്ന കാലങ്ങളിൽ മാമി തങ്കമണി മാമിയുടെ കൂടെ പല കാര്യത്തിനും കൂടെ നിന്നിരിക്ക. മാമി ചെല്ലുക തങ്കമണി മാമി ഇല്ലാത്ത വേക്കൻസിയിൽ വന്നിരുന്ന് കാര്യങ്ങളെല്ലാം பார்த்துக்கலாம். Now I request Srimati Pushpa.
Ghana to Father Shawl to State Treasurer. I request the N.A. Ganeshan to order the shawl to our Central Zone President. Now we will go with felicitation. അപ്പോൾ മാമി ഒരു കാര്യം തന്നെ അത് കറക്റ്റായിരുന്നു. അന്നേക്ക് ബൃന്ദാരിയ 9th സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന വനിതാ ഭാഗത്തോട്. അപ്പോൾ ഞാൻ പാലക്കാടും കോഴിക്കോടും എല്ലാം പോയിരിക്കാൻ ഞങ്ങൾ മാമയോട് ഇതെന്ന് വെച്ചാൽ നമ്മൾ ചൊല്ല ഇപ്പം ഇൻ്റെ ചൊന്ന സാറ് തന്നെ ഇനി ഞാൻ കൂടുതലതിലെ ചൊല്ലത്തേക്ക് ഇതില്ല. കാരണം ഒരു ദൃഢനിശ്ചയത്തോടുകൂടി സംസ്ഥാന സഭയിൽ ഇരുന്നിട്ട് ഒരു സോഷ്യൽ വർക്ക് ചെയ്യണമെന്നാണ് അതൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും അതൊരു ചാൻസ് കിടക്കാറ്. പക്ഷെ നമുക്ക് ചെയ്യണം എന്ന് ഒരു മനസ്സിലൊരാഗ്രഹമാണ്. അല്ലാതെ ആർക്കോ വേണ്ടി കാട്ടിയിട്ട് പോകുന്ന പരിപാടിയാണ് നടക്കാറ്. ആവശ്യമില്ലേ ഇതേമാതിരി ഒരു സൈലൻറ്റ് വർക്കറാണ്. ഏത് കാര്യത്തിൽ എന്നെ ആർക്കുമേ தெரியாது. എനിക്ക് സത്യമാ ഞാൻ ഒരു തമാശയോടെ ചൊല്ലിയിട്ടാണ് എനിക്കറിയാം. ഞാൻ എൻ്റെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഗ്രൂപ്പിലെയും ജില്ലാ ഗ്രൂപ്പിലെയും പോട്ടാണ്. പക്ഷേ ആർക്കും അത് എന്നെ മനസ്സിലായാലേ എം പൊണ്ടാട്ടിക്കാകും. അതായത് ശ്രീമതി വനിതാഭവൻ സംസ്ഥാന പ്രസിഡൻ്റെക്കാക്കും അവാർഡ്. കാര്യം നിങ്ങളാരും പേര് പോടണേ സീക്രട്ടാണ് വെച്ചത്. അപ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യം. ഞാൻ അപ്പോൾ ഞാൻ വൈകിട്ട് തന്നെ എല്ലാവരും അത് കൂട്ടി എங்கள் ഗ്രൂപ്പിൽ ജില്ലാ ഗ്രൂപ്പിലെല്ലാം ഭയങ്കര കൺഗ്രാജുലേഷൻ എല്ലാവർക്കും. ലാസ്റ്റ് എപ്പോഴും അറിഞ്ഞ അപ്പോൾ അത് തെറ്റുപറ്റി വെച്ച് ഗസ്റ്റ് ഓഫ് ഓണർന്നാക്കി എഴുതുന്നത് അത് മനസ്സിലാക്കല്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ ഇതിൻ്റെ എല്ലാം ഡിലീറ്റ് പണി വന്നു. അപ്പോൾ ഇഞ്ച വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഫോട്ടോ பார்த்தപ്പോൾ ഇഞ്ചി ഇരുന്ന് നാങ്ക രണ്ടുപേരും കൂടെ ഗീതാമ്പാൾ സാറോட ഹസ്ബൻഡും വന്നിരിക്കണം. നാങ്ക രണ്ടുപേരും കൂടെ பார்த்த കാട്ട് അവാർഡ് പേര് ശ്രീമതി പുഷ്പാന്ന് ഇഞ്ച വന്നേ ചെയ്തൊക്കെ അറിയാം. ഞാൻ താഴെ ഇരുന്നോ മാമിയുടെ ആത്തിൽ പോയപ്പോഴും ഒന്നും ഇരുന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ലേ. ഇഞ്ച വന്ന് ജസ്റ്റ് பார்த்தപ്പോൾ അവാർഡ് പുഷ്പ MP. അപ്പോൾ അതെല്ലാം ഒരു ഇതാക്കും കിടക്കേണ്ട ആൾക്ക് ഞാൻ കൊടുത്തിരിക്കാൻ ഞാൻ ജില്ലാ കവിയും ഇതോട് ശാരദാംബ ട്രസ്റ്റ് ഭാരവാഹികളെ അനുഭവിക്കറേ കറക്റ്റ് പേഴ്സണുക്ക് കൊടുത്തിട്ടിരിക്കാൻ 3 വർഷമാണ്. ആദ്യത്തെ സരസ്വതി മാമി ആക്റ്റീവായിട്ട് ഇത് ചെയ്യാറ്. ആരും ഒരാൾ തയ്യാറായി വരണ്ടമാണ്. ആരും ഇല്ലാமல் ചുമ്മാ നമ്മൾ 4 9 പേരെയും 10 പേരെയും ഒക്കെ പോട്ട് കഴിഞ്ഞ് നമുക്ക് അനുഭവങ്ങൾ നിറയുന്നുണ്ട്. പലയിടത്തിലെയും ഇതേമാതിരിയുള്ള ട്രസ്റ്റ് നടക്കത്തുള്ള അനുഭവങ്ങൾ നമുക്ക് നിറയെ പ്രശ്നങ്ങളുള്ളതാകും. പക്ഷെ അതൊന്നും ഇല്ലാமல் ഞാനും ഇന്നിക്ക് അങ്ങ് പോയി വിസിറ്റ് പണ്ണിനെ എല്ലാവരും பார்த்து പേശുകയെല്ലാം ചെയ്തു. അപ്പോൾ ഇതെല്ലാം നടക്കാനാണ് ഒരു ഭാഗ്യമാക്കി. അതുമാതിരി സാറും എല്ലാം സംസ്ഥാന പ്രസിഡന്റ് പറയാൻ ഞങ്ങൾ കഴിഞ്ഞ മീറ്റിംഗ് 4-ാം തീയതി എറണാകുളത്തിൽ വെച്ച മീറ്റിങ്ങിൽ പാലക്കാടുള്ള സ്ഥലം വാങ്ങുறதுக்காக പ്ലാൻ പോട്ടിരിക്കും. എനിക്ക് ഒരു സാറ് തന്നെ സ്ഥലമുണ്ട് അങ്കേയാക്കപ്പാൽ അങ്കേൻ്റെ ഒരു 10-15 സെൻറ്റ് സ്ഥലം തറയും ചൊല്ലിയിരിക്കുക സംസ്ഥാന സമിതിക്ക്. അത് വാങ്ങി അങ്ങ് തുടങ്ങുന്നത് നാക്ക് തീരുമാനിച്ചിരിക്കുക. പക്ഷെ ഞാൻ ചൊല്ലത് ഇതിൽ എന്നെ ചെയ്യാൻ മുടിയുമാണ്. അപ്പടി എന്നാത് നിങ്ങളിപ്പോൾ ഒരു പ്ലാൻ പോടുന്നത് സംസ്ഥാന പ്രസിഡന്റിൻ്റെ പേശിപ്പാരുണ്ട് ഒരു ചാൻസ് ഉണ്ടാണ്. അതും ഒരു നല്ലൊരു കാര്യമാകും. ഇന്ത്യ തുറക്കാനാണ്. പിന്നെ തങ്കമാമിയോട് അത് ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും ഏജ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫാക്ടർ அப்படி മനസ്സിലാറുന്നത്. ഏജ് ഒരു നമ്പറായിരിക്കട്ടെ, എല്ലാവരും ഒറ്റുകൂടിയാൽ നമുക്ക് കണ്ടിപ്പാக നല്ലൊരു സ്ട്രെങ്ത്തിൽ നമുക്ക് എല്ലാം ചെയ്യ முடியும். നവഡേയ്സ് നമ്മൾ ലേഡീസ് വെറുതെ ആരുമേ വരതില്ലേ, സർവീസ് ജോലി ആരുമേ വരതില്ലേ. ഇവാളോടെല്ലാം ഫുഡ് സ്റ്റെപ്സ് ഫോളോ പണി കഴിയുന്നതും നമ്മൾ കിട്ടക്ക് ഇരിക്കുന്നവാളെല്ലാം ഒരാൾ ഒരു 5 പേരെയാൽ പിടിച്ചു വന്ന് நம்மளோட சொசைட்டியை முன்னால் கொண்டு வரணும்னு நான் எல்லாத்தையும் ரிக்வெஸ்ட் பண்ணுறேன். பிகாஸ் நம்ம இப்போ ரொம்ப மைனாரிட்டி குரூப்பில் போயிட்டுருக்கோம். அப்போ நம்ம இப்படியே போயிட்டே இருந்தால் நம்ம ஃபேட் ஆகாதக்கு இருக்கணும்னா லெட் எவ்ரிபடி ஒர்க் ஃபார் இட். எஸ்பெஷலி லேடிஸ் விசாரிச்சா கண்டிப்பாக நடக்கும். ஏன்னா நம்ம சொல்லறதுக்கு கொஞ்சம் கூட பவ்யமாக சொல்லுவோம். ஜென்ஸோட சப்போர்ட்டும் வேணும், இல்லை சொல்ல மாட்டேன். நம்ம கொஞ்சம் கூட அழகாக சொல்லி കുറേ പേരെ നമുക്ക് ഇൻവോൾവ് ചെയ്ത് ഒരു 40+ ആൾക്കാരെല്ലാം നമ്മൾ ഇங்கே வந்து അവളോட ഐഡിയാസ് എല്ലാം നമ്മൾ ക്രിയേറ്റീവായി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളോട് സൊസൈറ്റിയെ ഒന്നും കൂടെ നന്നായി കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിக்கிறேன். പിന്നെ இங்கே எனக்கு இந்த நூர்னியும் சொன்ன புஷ்பாக்கா எனக்கு ரொம்ப ஆற்றுக்கு வந்தாலே ரொம்ப ஹாஸ்பிட்டாலிட்டி எல்லாம் ஆக்கும். நம்ம காமாட்சி மேம் எல்லாருமே ரொம்ப നമ്മളൊരു ആற்றுക്ക് വന്ന ഒരു ഇഫക്റ്റ് ആക്കും ഇங்கே വന്നിട്ട് പോന്നാലേ. അതുപോലെ നമ്മൾ എല്ലാവരും സഹോദരന്മാരായി ഇരുന്നിട്ട് നമ്മളോട് സൊസൈറ്റിയെ എപ്പടി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരലാമെന്ന് എല്ലാവരും ആലോചിച്ച് നല്ലപോലെ ഒറ്റുമയാണ് ചെയ്താൽ ഡെഫിനറ്റാக നമുക്ക് സക്സസ് ഉണ്ട്. ഇത്രதான் எனக்கு சொல்ல தெரியும். அதனால சொல்கிறேன். தேங்க்யூ ஆல். தேங்க்யூ ஃபார் கிவிங் மீ an opportunity. சொசைட்டிக்கு நம்ம லேடிஸுக்கு என்ன பண்ண முடியும்னுള്ളത് மாமி அந்த ஏஜ்லேயும் அந்த ஹெல்ത്ത് ഇതൊന്നും பார்க்காதக்கு ബോൾഡാக ഒരു ഡിസിഷൻ എടുത്തതാണ് വലിയ കാര്യം.
இது வந்து நம்மளோட அப்கமிங் ஜெனரேஷனுக்கு நம்ம கொடுக்குறோங்க. மாமியை பற்றி சொல்லற முடிய ஆப்பர்ச்சுனிட்டி എല്ലാം சொல்லணும்னு എനിക്ക് തോന്നുന്നത്. എന്നായിട്ടാ എങ്ങളോട് ജനറേഷൻ കഴിഞ്ഞാൽ இப்படி ஆளுகள் இருந்திருக்காளா, நம்ம சொசைட்டிக்கு இத்தனையெல்லாம் பண்ணியிருக்காளா எന്നുള്ളത് ஓர்மையாக இருக்கப்படாது. அந்த எக்ஸிஸ்டிங்காக இருக்கணும்னு எனக்கு ஒரு ரிக்வஸ்ட். எல்லா வருஷமும் நம்ம பண்ணுறோம், இல்லையே சொல்லலை. அது ஒரு எடுத்துக்காட்டு நம்ம சொல்லலாம். அப்புறம் வந்து புஷ்பா மாமியை பற்றி சொல்லணும்னா, மாமியை ஒரு வருஷமாக தெரியும். மாமி ரொம்ப சர்வீஸாக நம்ம சொசைட்டி இதாட்டு விமன் எம்பவர்மெண்ட்னு எடுத்துக்காட்டுற மாதிரி மாமி ஒருபாடு കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാ. எங்களெல்லாம் கைடு பண்ணிட்டு இருக்கா. இப்போ மாமிக்கு இந்த அவார்டு கொடுத்ததில் ரொம்ப பெருமையாக இருக்குது. இந்த പരിപാടിക്ക് வந்த எல்லாருக்கும் நன்றி சொல்லிட்டு எல்லாவித ஆசம்சைகளும் தேங்க்யூ. இங்கே வந்திருக்கிற எல்லா വ്യക്തികൾക്കും நமஸ்காரம். சாரதாம்பாள் ட்ரஸ்ட் தொடங்கிறதுக்கு இனிஷியேட்டிவ் எடுத்துக்கிட்டது தங்கமணி மாமி. மாமியோட வலங்கையும் இடங்கையுமா நின்னது நானும் புஷ்பா மாமியும் தான். எல்லாத்துக்குமே முன்கை எடுத்துட்டு மாமி இருந்தாலும் மாமிக்கு கூட நாங்கள் எல்லாத்துக்கும் தெரிஞ்சுக்கிறோம். மாமியோட மாகாத்மியத்தை பற்றி இங்கே எல்லாரும் நல்லா விஸ்தரித்து சொல்லியாச்சு. இனி அதில் புதுசாக சொல்கிறதுக்கு எனக்கு ஒன்றுமில்லை. மாமியோட தேகம்தான் இங்கேருந்து பிரிஞ்சிருக்கே தவிர ஆத்மா இன்னைக்கும் நம்ம கூட, இன்னைக்கும் நாளைக்கும் என்னைக்கும் எப்பவும் நம்ம கூட உண்டுங்கிற ஒரு விசுவாசத்தில் நாங்கள் இந்த மாதிரசானத்தை நடத்திட்டு போகிறோம். எங்களுக்கு நல்ல ஹெல்ப்பாக இருக்கிறது ஸ்ரீ சிவராமகிருஷ்ணன், ஸ்ரீ ரமணி, வாசுதேவன் சார் எல்லாருமே நல்ல ஹெல்ப்பாக இருக்கா. நல்லா நடந்துட்டு போகிறதுக்கு மாமி என்னைக்கும் அனுகிரகிக்கிட்டுன்னு பிரார்த்திக்கிறேன். நமஸ்காரம். முடிஞ்சது. நான் இது ஒரு மாதிரி என்னோட இதெல்லாம் மோல்ட் பண்ணினது மாமியும் மாமாவும் தான். மாமியோட ஸ்ட்ரீட்டில் நான் கல்யாணம் ஆகிட்டு அங்கே ஊரில் தாமசிக்க போனப்போ மாமாவுக்கும் இப்படி குழந்தை இங்கே கொண்டு விடுறீங்கனாலும் உனக்கு நீ பாட்டுக்கு உன்னோட காரியத்தை பாரு, நான் அவளுக்கு சான்ஸ்கிரிட்லாம் சொல்லி கொடுக்குறேன்னு சொல்லி மாமா அவளுக்கு சொல்லி கொடுத்துருப்பா. மாமி நானுமா மகிழா சமாஜம் தொண்ணூத்தொன்று மகிழா சமாஜத்தில் ஒர்க் பண்ணினோம். இப்போ மாமாவுக்கு தான் எப்பவும் குழந்தைய விட்டுட்டு நீ பாட்டுக்கு போ, குழந்தைய விட்டுட்டு நீ பாட்டுக்கு போ, நான் பார்த்துக்கிறேன்னு சொல்லுவேன். இப்போ மாமி கூடயே போகிறதே இந்த மாமி இந்த சான்ஸ்கிரிட்டு இது எல்லாம் சொல்லி அவள் 2 பேரோடும் இந்த சர்வீஸ் இதெல்லாம் பார்த்தே வளர்கிறதுக்கு ஒரு சான்ஸ் எங்களுக்கு கிடச்சிது. மாமி எத்தனை செல்ஃப்லெஸ்ஸாக ஒர்க் பண்ணுறான்னு சொல்லிட்டு எல்லாம் நம்ம கிட்டக்க நின்று பார்த்துருப்போம். പിന്നെ ശ്രീരാമകൃഷ്ണമ്മ சொல்கிற மாதிரி எப்பவும் அடிதான். மாமி வெறுமனே இழுத்து போட்டுக்கிறோம் சொல்லிட்டு நாங்களாம் மாமி திட்டுவோம். வேண்டாம் மாமி, நீங்கள் எதுக்கு இந்த வயசு காலத்தில் எல்லாரோட இதுலேயும் போய் மாட்டிக்கிறோம், சும்மா இருக்கலாமே என்னன்னு சொல்லுவோம். அப்போ தான் மாமி கேட்போம், சும்மா எல்லாரையும் மாதிரி இருந்தோம் சாப்பிட்டோம் போனோம்னு இருந்துட்டு என்ன காரியம், நம்மளை என்ன செய்யண்டாமாங்கப்போ இந்த தர்மவாணிக்கு வேண்டி மாமி கஷ்டப்பட்டதை பார்த்து நாங்கள் எல்லாரும் நம்ம ലഹളയാക്കും. മൂളുമ്പോൾ പോരും മാമി രാവിലെ എന്ന മാതിരി അത് മാമി വനപ്പിനെ അത് നിൽക്കുകയും ചെയ്തത്. അത് വേറെ കാര്യം. അത്രത്തോളം ലൈഫ് കൊടുത്തിருக்கா மாமியோட லாஸ் ശരിക്കും எங்களுக்கெல்லாம் ரொம்பவே பர்சனல் லாஸ். இவர் சொல்கிற மாதிரி இந்த பப்ளிக் சர்வீஸில் போகிறது நமக்கு ஒரு ப்ரோக்ராம் வந்தால் 2 பேருமா ஃபஸ்ட்டு மாமிக்கு தான் போவாங்க. புஷ்பாவை பற்றி பின்ன புஷ்பா ஷீ இஸ் த ரைட் பர்சன். நம்மளுக்கு முன்னாலேருந்தே தெரியும். குழந்தைலேருந்து அப்பா என்னோட அப்பாவும் கூட ஒர்க் பண்ணிட்டு இருக்கிறதுனால பணியில் நல்லா நடத்தணும். மெம்பர்ஷிப் எல்லாம் கரெக்டாக பகுதியிலே என் கையால் காசு போட்டுருக்கேன். இப்போது என்னென்ன உபசபையில் எத்தனை ரூபா வரணும்னா சொல்லுவோம் மாமி. இந்த அட்வர்டைஸ்மெண்ட் காரியம் மாமியை ப்ரெஸ்ஸுக்கு போகிறேன் அதெல்லாம் சொல்லுவா. அதுக்கிடையில் எனக்கு இந்த ஆண்ட ஊழியரோட சுமதலையும் வந்தது. ஆனால் மாமி ஒரு ஸ்டர்ன் டிசிஷன் எடுத்து இந்த மாதசனத்தை இத்தோളം பெருசாக்கி ரொம்ப அப்ரிஷியேட் பண்ணுற ஒரு காரியமாக இருக்கும். அதுக்கு கூட சரஸ்வதி மாமி, புஷ்பா இவரெல்லாம் நல்லா சப்போர்ட் பண்ணி நல்ல ரீதியில் நடத்தின்னு இருக்கா. அது இன்னைக்கு அவார்டு புஷ்பாவுக்கு போனது டிசர்விங்காக இருக்கும். நீங்கள் இங்கே இருக்கவே எல்லாம் இறக்கி ஒன்று ஆனந்தவுடையதுக்கு வந்து அங்கே உள்ள பேரில் எப்படி இருக்கா வந்து பார்த்துட்டு போங்க. அவளுக்கு பைசாவோ ஒன்றுமெல்லாம் வேணும், மனுஷாலாக வேணும். இப்போ நீங்களாம் வந்து பார்த்து பேசிட்டு போனால் அவளுக்கு ரொம்ப சந்தோஷமாக இருக்கும். வேறு ஒன்றும் எனக்கு பேசுறதில்லை. நமஸ்காரம். நான் வெளி உலகம் காணணும்னு சொன்னதுக்கு மெயின் தங்கமணி மாமி என்னென்ன எங்கள் அப்பாவை ஸ்க்ரூ பண்ணி அவள் படித்து ஆற்றில் இருക്കേണ്ടവൾ അല്ല, അവളെ വെളിയിൽ ഇറക്ക് சொல்லி എനിക്കൊരു ഗുരു തായ്
அந்த ஒரு மார்கதர்ஷி எல்லாம் ஆயிருந்ததுக்கு என்னென்னாரும் நம்ம தங்கமணி மாமியும். அப்போ அவள் அங்கே வந்து என்ன பண்ணிருந்தாலும் அவள் நார்மல் ஆகிற வரை நாங்கள் அதை பார்த்துக்குறோன்னு சொன்னால். அப்படி நான் இந்த சொசைட்டியில் இறங்கிறதுக்கு காரணம் அவளுக்கு எங்கள் அப்பாவுக்கு தைரியம் கொடுத்தது. எங்கள் அப்பாவுக்கு தைரியம் இருக்கலை. அப்பா காமு சொன்ன போல அப்பா ரொம்ப மூடியாயிட்டான். ஆனால் எங்கள் அப்பா ரொம்ப போல்டுமாக்கும் ബാക്കിയുള്ള ആൾക്ക്. ആദ്യത്തെ കണ്ടീഷനിൽ அப்பா ரொம்ப ഇതായിട്ടാണ്. என்னன்னாரும் தங்கமணி மாமி அங்கே வச்சொரு என்ன மீட்டிங்கும் அங்கே தான் நடக்கும். அப்போ இவள் இப்படி இருக்கின்றவள் அல்ல, அப்படி என்ன இந்த வழிக்கு கொண்டு வந்த குருக்കളൊക്കെ அவள். ஸோ அவளை ஸ்மரிக்காതിരിக்க முடியாது. പിന്നെ വേറൊരു കാര്യം என்ன പറഞ്ഞാൽ നമ്മളോട് ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റ് എന്നെ ഗണേശനോട് നൈബറായിരുന്നേന്ന് ഒരു കൂടപ്പുറപ്പ് அவளுக்கு என்ன வந்தால் எப்படி இருக்குன்னு எனக்கு காட்டித்தந்தது கணேசன். இன்னைக்கும் என் கூட இந்த இதுக்கெல்லாம் ஒர்க் பண்ண நான் எங்கே வரேன்னு சொன்னாலும் கூட்டிட்டு போகிறதுக்கும் வரத்துக்கும் என் கூட நிற்கிறார் அவர். அன்னைக்கு நான் விழுந்தപ്പോഴും அவள் നൈബറായിരുന്നാലും ഒരു കൂടപ്പുറപ്പാ കൂടെ ഇരുന്ന് ധൈര്യം തന്ന ആൾക്കാരാണ്. പിന്നെ മാതൃസദനം தொடங்குற சமயத்தில் நம்ம சிவராம்ஜி வாசி மாமி நாங்கள் எல்லாருமே மீட்டிங்கில் இருக்கிற ദിവസവും சண்டை വരും. വാ ചെല്ലുവാ നിങ്ങൾ ആനന്ദക്കുടിയിലെ ഒരു സ്ഥലം തരാം, അங்கே തുടങ്ങിയാൽ പോലും തനിയെ തുടങ്ങണ്ട എന്നെല്ലാം சொன்னால். அதுக்கு டெட் அகென்ஸ்ட் நான் தான் மாமிக்கு இருந்தேன். பிகாஸ் பணம் உள்ளவாளும் இல்லாதவாளும் நம்ம சொசைட்டியில் உங்களுக்கு தெரியும். ஸோ நான் சொன்னேன் மாமிகிட்ட இந்த ப்ராஜெக்ட்டுக்கு நான் இல்லை அங்கே ஆகணும்னு. அதுக்கு பார்த்து சொன்னால் தொடங்கினா தான் உங்களுக்கு தெரிய போகிறது அதனோட. அவள் மூணாவட்டையும் சொன்னால் நீங்கள் எங்கள் கூட இருந்தால் அது தொடங்கிறதுல ப்ராப்ளம் இல்லைன்னு. அன்னைக்கு அது சொன்னது மாமியோட வாசியிலேயாட்டு இன்றைக்கி அந்த தனியொரு இது தொடங்கிയത്. ദൈവാനുഗ്രഹം മാമിയോട് അനുഗ്രഹം വാ എല്ലാവരോടും സപ്പോർട്ട് ചൊന്നാൽ പോരാത്. ശിവരാംജി വാസ്ജി അതേപോലെ കുമാർ മറ്റേ ജയകുമാർ நம்ம கணேஷ்ஜி வா எந்த സമയത്തിൽ நம்ம கூப்பிட்டாலும் கூப்பிடേണ്ട താമസം. അതേപോലെ ഇങ്ങനെ ശാരദ நம்ம ധർമ്മശാസ്ത്ര ട്രസ്റ്റിലെ രമണി ചൊല്ലി ഒരുത്തർ இருக்கார். கூப்பிடേണ്ട താമസം അവ അങ്ങ് എത്തുക. അപ്പോൾ சொன்ன போல ഞാൻ എത്രക്ക് വൈകുന്നാലും മാമിക്ക് സപ്പോർട്ടാണ് ലോപാമുദ്ര മാമി അങ്ങ് എത്തുക. அப்படி எல்லாரோட சப்போர்ட்லேயும் எந்த சமயத்தில் என்ன வேணுமோ அது பண்ணுறதுக்கு எல்லாரோடும். പിന്നെ നൂറിനി ഗ്രാമത്തിൽ சொன்னால் போராது, அக்கம் பக்கமாக உள்ளவா எல்லாரும் ரொம்ப சப்போர்ட் பண்ணுவா. அப்படி நல்லொரு இதாக தொடங்கிறதுக்கு தெய்வம் நம்மளை അനുഗ്രഹിച്ച മാമിയോട് ത്രൂ. മാമി ഇന്നേക്കും എங்கள் கூட இருக்கா. മാമി പോയാச்சுன்னு நாங்கள் விசாரிக்கிறதே இல்லை. மாமியாக்க எங்களோட நடுந்துண்டு மாமி காட்டித்தந்து மாமி சொன்ன அந்த போல்டு வேர்ட்ஸ் இன்னைக்கும் നമ്മൾ വിചാരിച്ച കാലം ഇന്നാലെ தான் வைக்கணும், ഇന്നാലെ வைக்கப்பாங்களே എന്ന് சொன்னால் அந்த இது இன்னைக்கும் அதில் வயசை பார்க்காது. നമ്മൾ ശ്വാസം ഇരിക്കത്തോളം நல்லதுக்கு வேண்டி இந்த சொசைட்டிக்கு வேண்டி ஒர்க் பண்ணணும். மாமி சொன்னா மாமி நீங்கள் உங்களுக்கு படலைன்னு அந்த தர்மவாணியை நமக்கு நிற்க என்னோட சுவாசம் அது கூட நிற்கணும்டி, அது வரை நான் இதை ஒர்க் பண்ணுவேன்னு சொல்லி மாமி படுத்துக்கிற அந்த பெட்டுக்கு ചുറ്റും இந்த தர்மவாணி அந்த அதை எழுதுகிற ரசீட் புக்கு ஏது புக்கில் ஏது ஆளோட பேர் இருக்குது மாமி சொல்லுவாங்க. எந்த பேக்கில் மாமியோட பேப்பர் இருக்குது அதை எடு சொல்லுவாங்க. அப்படி அത്ര லாஸ்ட் வரை மாமிக்கு மெமரி போயிருக்கலை. மாமி அப்படி இதாக ஒர்க் பண்ணி நான் போயிட்டு இவாள்லாம் சொன்னேன் இடையில நிறுத்தலாமா கேட்டா நான் போல பின்ன நீங்கள் நிறுத்திங்கூடாப்பா நான் இருக்கிற வரை அது நடக்கணும்னு சொன்னேன். அது மாமியோட அந்த வேர்டு இன்றைக்கும் ஆருக்கு அதை எடுத்து நடக்கிறதுக்குள்ள தைரியம் இல்லை. வேண்டான்னு சொல்லிட்டല്ല, அதுக்குள்ள ஆக்டாக ஆൾക്കാരെയും கிடச்சிக்கலை. அதனாலேயே அது நிற்கிறது. ஆனால் இன்றைக்கும் வாழ்க்கை நம்ம தர்மவாணி நடத்தணும்னு ஆசை இருக்குது. அதுக்குள்ள ஆளை கிடச்சாவா நடத்த தயாராகும். இப்போ நம்மளோட சொசைட்டியில் மாமிட்டேன்னு நம்ம படித்த பாடம் தைரியமாக நம்ம இறங்கணும். மனசில் சொசைட்டிக்கு வேண்டி ஒர்க் பண்ணணும். செல்ஃப்லெஸ் சாதாரண செல்ஃப்னஸ் கிட்டக்கையே வரப்பாங்களே. தங்கமான மாமியோட சுகண்ட யோகத்தில் நம்மளோட க்ஷணம் സ്വീകരിച്ച് இங்கே വന്നിട്ടുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്ത് ശ്രീമതി പ്രിയ ജയൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളേ. അതേപോലെ ഒട്ടനവധി തിരക്കിനിടയിലും നമ്മൾ
ട്രഷറർ ഗീതാമാമിക്കും നന്ദി രേഖപ്പെടുത്തുക. അതേപോലെ സെൻട്രൽ സ്കൂളോട് ബ്രാഹ്മണ സഭയോട് വൈസ് പ്രസിഡന്റ് ശ്രീ അനന്ത സുബ്രഹ്മണ്യന്റെ അവർക്കും നന്ദി രേഖപ്പെടുത്തുക. ബ്രാഹ്മണ സഭയോട് ജില്ലാ അധ്യക്ഷൻ യോഗാധ്യക്ഷനുമായ ശ്രീ എൻ എ ഗണേശൻ അവർക്ക് ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തിയപ്പോൾ അതേപോലെ വനിതാ വിഭാഗത്തോട് ജില്ലാ അധ്യക്ഷയും ഇന്നത്തെ അവാർഡ് ജേതാവുമാണ് ശ്രീമതി നോൺ സോണോട് സെക്രട്ടറി വനിതാ വിഭാഗത്തോട് ശ്രീമതി ഗാനാകൃഷ്ണൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുക. ശാരദാംബ ട്രസ്റ്റോട് ട്രസ്റ്റി സരസ്വതി മാമി, ശിവരാമകൃഷ്ണ മാമ, അതേപോലെ എന്നോട് ജില്ലാ കമ്മിറ്റിയിലുള്ള വൈസ് ജോയിന്റ് സെക്രട്ടറി സുരേഷ് മറ്റു പേരിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. അതുപോലെ ഇതൊരു ഇതിനു വേണ്ടി നമുക്ക് സ്കൂൾ അനുവദിച്ചത് BS സ്കൂൾ എല്ലാവർക്കും BS മാനേജ്മെന്റ് അവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തണേ.